പറവൂരിലെ കഴിഞ്ഞ 2020 തൊട്ടുള്ള ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അത് CPIയുടെ വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM ആ സീറ്റ് ഏറ്റെടുത്ത് കേരളത്തിൻ്റെ നിയമസഭ കാണില്ല. അൻവറിനെ കൂട്ടിയാൽ കേരളത്തിൻ്റെ നിയമസഭ VD സതീശൻ കാണില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കാണില്ല എന്ന് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ ഈ രണ്ട് ആംഗിളിലാണ് എന്നെ തടസ്സപ്പെട്ടത്. അത് കേരളത്തിലെ ജനങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കും. ഞാൻ ഉയർത്തിയ പിണറായിസം, ഞാൻ ഉയർത്തിയ CPMൻ്റെ കുടുംബാധിപത്യം, ഞാൻ ഉയർത്തിയ CPM എന്ന് പറയാൻ പറ്റില്ല, പിണറായിയുടെ കുടുംബാധിപത്യം, മരിമോനിസം, ആ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്താനാണ്. പല രീതിയിലുള്ള പ്രൊഫൈലുകളിൽ നിന്ന് ഇഷ്ടം പോലെ വ്യക്തിഹത്യ മെസ്സേജുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഞാനതിനെ പ്രതിരോധിക്കും. ഞാൻ നിലമ്പൂർ അങ്ങാടിയിൽ ടെലിവിഷൻ എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ പലതും എൻ്റെ കയ്യിലുണ്ട്. ഇവർ പറയുന്നത് പോലെ ഞാൻ തെളിവടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പുറത്തു വിടുക. ഇവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഈ പറയുന്ന VD സതീശനായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഹമ്മദ് റിയാസ് ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും തലയിൽ മുണ്ടിട്ട് നിലമ്പൂരിൽ നിന്ന് ഓടി ഒളിക്കേണ്ട ഗതികളിലേക്ക് പോകും. ഞാനത് ഒരു വാണിംഗ് ആയിട്ട് തന്നെ പറയാണ്. ഇതിൻ്റെ പിന്നിൽ കംപ്ലീറ്റ് പ്രവർത്തിക്കുന്ന വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിൻ്റെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും നേതൃത്വത്തിലാണ്. അതൊരു പരിധി കഴിഞ്ഞാൽ എനിക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരും. മുഹമ്മദ് റിയാസ് കേരളത്തിലെ നവകേരള സദസ്സ് നിങ്ങൾക്കറിയാം, കോടിക്കണക്കിന് രൂപ ഞങ്ങൾക്കൊക്കെ ചിലവ് വന്നാൽ ഞങ്ങൾ പിരിവിട്ട് എനിക്കതിന് മുകളിൽ 50 ലക്ഷം കടമെന്നോനെ ഞാൻ ഓരോ നിയോജക മണ്ഡലത്തിലും ആ നിയോജക മണ്ഡലത്തിലെ കമ്മിറ്റിക്കായിരുന്നു 140 മണ്ഡലങ്ങളിലും ആ പരിപാടി നടത്താനും അതിന് കലക്ഷൻ നടത്താനും ഒരാൾക്കും ഒരു പൈസയും ആരും കൊടുത്തിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ കോൺട്രാക്ടർമാരിൽ നിന്നും നവകേരള സദസ്സിൻ്റെ പേരിൽ കോടാനകോടി ഉറുപ്പിക ഈ പറയുന്ന മുഹമ്മദ് റിയാസ് എന്ന PWD മന്ത്രി പിരിച്ചതിൻ്റെ വീഡിയോകളും അദ്ദേഹം നേരിട്ട് സംസാരിച്ച ഫോൺ കോളുകളും അദ്ദേഹത്തിൻ്റെ PS-ഉം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ടവരും പല കോൺട്രാക്ടർമാരിൽ നിന്നും ബലമായി പൈസ പിരിച്ചതിൻ്റെ ഫോൺ കോളുകൾ എല്ലാം കേരളത്തിൽ ഞാൻ വിടും. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ വ്യക്തിഹത്യ നടത്താനല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. ആ രീതിയിലാണ് പോകാൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ തരത്തിൽ തന്നെ അതിനെ തിരിച്ചടിക്കുമെന്ന് ഈ 3 മുന്നണികളോട് 3 നേതാക്കന്മാരോടും CPM-നോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിലെ CPM നേതൃത്വം ചില ആളുകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1500 കോടി നിലമ്പൂരിൽ നിന്ന് അടിച്ചുപോയ ഒരു നിഷാദിനെ പ്രതി ചേർത്ത് തുറങ്കലിലടക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ഞാൻ പരാജയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് നിലമ്പൂരിലെ CPM-ൻ്റെ ചില നേതാക്കന്മാർക്കറിയാം. ഇതൊന്നും എന്നെക്കൊണ്ട് അവിടെ പറയിപ്പിക്കരുത്. ഇപ്പോൾ അവസാനമായി കാരാട്ട് കുറീസ് മുങ്ങിപ്പോയതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ 12,500 കോടിയോളം രൂപയാണ് നിലമ്പൂരിൽ നിന്ന് ഈ 2 സംഘങ്ങളും അടിച്ചു മാറ്റിയത്. 5000-ഉം 16,000-ഉം സ്വരൂപിച്ച് കൂടുതലും സ്ത്രീകളാണ് ഈ പദ്ധതികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അവരെയൊക്കെ കബളിപ്പിച്ചതിൻ്റെ കഥകൾ നിലമ്പൂരിലെ ജനങ്ങളോട് പച്ചയായി പറയേണ്ടി വരും. അതുകൊണ്ട് വ്യക്തിഹത്യ നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ചെറിയ ഒരു റിക്വസ്റ്റ് പറഞ്ഞു വിടുകയാണ്. CM നിങ്ങൾ വഞ്ചകൻ എന്നാണ് വിശേഷിപ്പിച്ചത്. CM PV അൻവർ വഞ്ചിച്ചു എന്നാണ്. MV ജയരാജൻ ഇന്നും അതേ കാര്യമാണ് പറയുന്നത്, അൻവർ വഞ്ചിച്ചു. ഇത്തരത്തിലൊരു വഞ്ചകൻ എന്ന തരത്തിലൊരു പ്രചാരണമാണ് CPM അഴിച്ചുവിടുന്നത്. എങ്ങനെ പ്രതിരോധിക്കുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഞാൻ കേട്ടു. എനിക്കത് കൃത്യമായി കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായി ഇന്ന് ഈ നോമിനേഷൻ കൊടുത്ത് ഈ തിരക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിലമ്പൂരിൽ പത്രസമ്മേളനം വിളിച്ച് കൃത്യം ഇത് മാത്രമൊന്നുമല്ല പറഞ്ഞത് പലതുമുണ്ട്. കറിവേപ്പിലയായി എടുത്തു കളഞ്ഞില്ലെന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുക? UDF-മായി ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പം 3 ദിവസങ്ങൾക്ക് മുമ്പ് സതീശൻ വാതിലടക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് PV അൻവറിനെ കറിവേപ്പിലയായി എടുത്ത് കളഞ്ഞില്ലേ എന്ന് പറഞ്ഞത്? അപ്പോൾ എന്നെ കളയുമെന്നുള്ള വിവരം അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? ആരാണ് അദ്ദേഹത്തിന് ഈ ഉറപ്പ് കൊടുത്തത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ടേ? അവർ ഒറ്റ കാര്യം ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ നാളെ ഞാൻ കൃത്യമായ പത്രസമ്മേളനം വിളിക്കുന്നുണ്ട്, നിങ്ങളോട് പറയും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമിനേഷൻ ഞങ്ങൾ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് ഞങ്ങളെ പ്രധാനപ്പെട്ട നേതാക്കളോ സാമൂഹിക നേതാക്കളോ സാമൂഹിക നേതാക്കളൊന്നുമല്ല. ഇന്നലെ കൂട്ടായി ഞങ്ങളെടുത്ത തീരുമാനം കേരളത്തിൻ്റെ മലയോര മേഖലയിലെ കർഷകരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു സാധു കർഷകനുണ്ടാകും, ഒരു വഴിയോര കച്ചവടക്കാരുണ്ടാവും, ഇവിടുത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി. ഈ 3 തൊഴിലാളികളാണ് ഒരു നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പം സ്ഥാനാർത്ഥിയുടെ കൂടെ 3 പേരാണ് പോകാനുണ്ടാവുക. അല്ലാത്ത ഇവിടുത്തെ ഒരു ടാറ്റയോ ബെർലയോ അദാനിയോ
ഒന്നുമില്ല. അദാനിയായിട്ടൊന്നും നമ്മൾക്കൊരു പാർട്ട്ണർഷിപ്പും ഇല്ല. എൻ്റെ പാർട്ട്ണർഷിപ്പ് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ആ പാർട്ട്ണർമാരായിരിക്കും എൻ്റെ കൂടെ നോമിനേഷൻ കൊടുക്കാൻ പോകാനുണ്ടാവും.